സമയം വേഗം എല്ലാവരും ഇരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ തരാൻ പോവാ. ഒരു കൊല്ലം കിടന്നിട്ട് ആർക്കൂടെ പഠിക്കണ്ടായിരുന്നു. പരീക്ഷയുടെ തൊട്ട് മുന്നേ ബുക്ക് കുറച്ച് പഠിക്കും വേവലാതി. സുഹേലിവിടെ അവിടെ വാ. റോൾ നമ്പർ വൈസ് അവിടെ സെക്കൻഡ് ബെഞ്ചിലിരിക്കെ. ആ, ആരെങ്കിലും റോൾ നമ്പർ വൈസ് അല്ലാതെ ഇരിക്കുന്ന കണ്ടാലുണ്ടല്ലോ കയറിയെല്ലാരും. പുസ്തകത്തിന്റെ താളോ തുണ്ട് പേപ്പറോ അതോ ഹോൾ ടിക്കറ്റിന്റെ പുറകിൽ എഴുതി കൊണ്ടുവന്നവരെയോ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ ചോദ്യവും പറച്ചിലൊന്നും ഉണ്ടാകത്തില്ല. നേരെ പിടിച്ച് പുറത്താക്കലായിരിക്കും. പിന്നെ പ്രിൻസിപ്പലിന്റെ റൂമിൽ പോയിട്ട് സംസാരിച്ചാൽ മതി. കേട്ടല്ലോ? ആരെങ്കിലും എന്തെങ്കിലും ഉടായ്പായിട്ട് ഇവിടെ ഇരിക്കുന്നതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടേ വെച്ചിട്ട് പോന്നോളൂ. ഇനി ഒരു അവസരം ആർക്ക് തരുന്നതല്ല. സഫിനെ ഇങ്ങോട്ട് നീങ്ങിയിരുന്നേ. സഹൽ ഇങ്ങോട്ട് നീങ്ങിയിരുന്നേ. ഇത് ഒട്ടി ഇരുന്ന നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. ആ ബെഞ്ചിന് അത്രയും നീളം ഉണ്ടല്ലോ. രണ്ടറ്റത്തോട്ട് നീങ്ങിയിരുന്ന എഴുത്. ഒട്ടി ഇരുന്ന് അവർക്ക് എക്സാം എഴുതുള്ളൂ. അഡീഷണൽ ഷീറ്റ് വേണം. അഡീഷണൽ ഷീറ്റ് കണ്ടതിന് എഴുന്നേറ്റ് നിൽക്കുക കേട്ടോ. പുതിയ സാരി ആയിരുന്നു അത്. ഹസ്ബൻഡ് ഓഫീസിന് ടൂർ പോയപ്പോ വാങ്ങിക്കൊണ്ട് വന്ന് തനി കാഞ്ചീപുരം. കൊള്ളാം, നല്ല തുണി കിട്ടോ. ആരെന്താ അവിടെ സംസാരിക്കുന്നേ? അല്ല, അഖിൽ അവിടെ ഇരിക്കണ്ട, എഴുന്നേറ്റ് പോരെ. ഇങ്ങ് ഫ്രണ്ടില് ഇവിടെ വന്നെങ്കിരുന്നോ? പോരെ പേപ്പറും പേനയൊക്കെ എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് കയറി പോരെ. അവിടെ ഇരുന്ന് എഴുതണ്ട, ഇവിടെ ഇരുന്ന് എഴുതിയാൽ മതി. എവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് എക്സാം എഴുതിയാൽ പോരെ. ഇത് ഗ്രൂപ്പ് ആക്ടിവിറ്റി ഞാൻ ആർക്കും തന്നതല്ല. ഇൻഡിവിജ്വൽ ആയിട്ടാണ് എക്സാം എഴുതേണ്ടത്. ഇത് ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ നടത്തി എഴുതുന്നുണ്ടല്ലോ അവിടെ. ബേക്കിൽ ബെഞ്ചിലുള്ളവരെ ഞാൻ കാണുന്നില്ലെന്ന് വിചാരിക്കണ്ട, എല്ലാവരും ഞാൻ കാണുന്നുണ്ട്. ചായ ഇതുവരെ വന്നില്ലല്ലോ അല്ലേ? കുറെ നേരം ഞാൻ ചായ നോക്കിയിരിക്കുന്നു. പരിപ്പോടിയാണോ ഒന്ന്? പരിപ്പോടി ആയിരിക്കും വെക്കും. ചായക്കൊരു ചൂടില്ലല്ലോ അങ്ങോട്ട്. ആരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? തണുത്തുറഞ്ഞൊരു പഴംപൊരി. തണുത്താൻ നിൽക്കുന്ന പഴംപൊരി, ചൂടുമില്ല, ഉറഞ്ഞിരിക്കുന്ന ഒരു പഴംപൊരി. ഇവിടെ എന്റെ മുഖത്ത് നോക്കിയിരിക്കാനാണ് നിങ്ങൾ എക്സാം ഹാളിൽ വന്നത്. ടീച്ചർമാരുടെ മുഖത്തേക്ക് നോക്കിയിരിക്കാതെ വല്ല 4 ലക്ഷം പഠിച്ചിട്ടുണ്ട് എഴുതാൻ നോക്ക്. എഴുതാൻ അറിയാത്തവരാണെങ്കിൽ പേപ്പർ മടക്കി വെച്ച് അവിടെ ഇരുന്നോ. വാണിംഗ് അടിക്കുമ്പോൾ ഞാൻ ഇറക്കി വിടുന്നതായിരിക്കും അവരൊക്കെ. ശശികല ടീച്ചറിന്റെ മോളുടെ കല്യാണത്തിന് സാരി എടുത്തായിരുന്നു. ഞാനെടുത്തു. ഞാനൊരു മെറൂൺ കളർ സാരി. മോള് വന്നപ്പോ എടുത്തു തന്നായിരുന്നേ. അപ്പൊ പിന്നെ അതം കൊടുക്കാനും ഞാനും എടുത്തായിരുന്നു. ഞാൻ മറ്റേ പച്ചക്കരയുള്ള ഒരു സാരി എടുത്തായിരുന്നേ. അത് മറ്റേ മാമിയുടെ മോളുടെ കല്യാണത്തിന് മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിന് അത് കൊടുത്തേക്കാം. വെല്ലടിച്ച് മതി എഴുതിയത്. ആർക്കിൽ അഡീഷണൽ ഷീറ്റ് വേണോ? 5 മിനിറ്റ് കൂടെ ഉള്ളൂ. അഡീഷണൽ ഷീറ്റ് വേണ്ടവര് വേഗം കൈവക്കുക. പേപ്പർ കൂട്ടി കെട്ടിയിട്ട് മാത്രം എഴുതുക. 5 മിനിറ്റ് സമയമുള്ളൂ. പേപ്പർ കൂട്ടി കെട്ടിയിട്ട് എഴുതുക. അത് കഴിഞ്ഞു. വെല്ലടിച്ചു പേപ്പർ. അതൊക്കെ ഇനി അടുത്ത പരീക്ഷയ്ക്ക് ബാക്കി എഴുതാം. ഇച്ചിരി കൂടെ നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് എഴുതാം. തവണ അടുത്തുള്ള പേപ്പർ. മതി പരീക്ഷയ്ക്ക് എഴുതിയതൊക്കെ. എല്ലാവരും റോൾ നമ്പറും പേരൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ അല്ലെ? മതി എഴുതിയത്. പരീക്ഷയ്ക്ക് വരുമ്പോഴേ പഠിച്ചിട്ട് വരണം. അല്ല ലാസ്റ്റ് 5 മിനിറ്റിലല്ല നീക്ക് എഴുതാൻ നിൽക്കേണ്ടത്. അവിടെ